ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിക്രത്തിൻ്റെ വേദയുടെയും പുതിയൊരു പ്രണയവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മുടെ വേദയുടെ ഒരു ഫാമിലി ഫ്രണ്ടിൻ്റെ കല്യാണം വരികയാണ്. അപ്പോൾ നമ്മുടെ വേദേനെ ക്ഷണിക്കുകയായിട്ടോ. അപ്പോൾ നമ്മുടെ വേദ വിക്രത്തിനോട് പറയും, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണമാണ്, നിങ്ങൾ എൻ്റെ കൂടെ വരണം. ഫ്രണ്ട്സൊക്കെ അവരുടെ ഹസ്ബൻഡിനെയും കൊണ്ടാണ് വരിക, നിങ്ങൾ എന്തായാലും എൻ്റെ കൂടെ വരണം, എൻ്റെ എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയാമെന്നൊക്കെ പറയാണ് കേട്ടോ. വിക്രം എതിർത്തെങ്കിലും പിന്നെ വേദയുടെ നിർബന്ധത്തിന് വഴങ്ങി നമ്മുടെ വിക്രം വേദയുടെ കൂടെ കല്യാണത്തിന് പോവാണ് കേട്ടോ. അപ്പോൾ വേദയും വിക്രവും കല്യാണത്തിന് എത്തി ഫുഡ് കഴിക്കുന്ന സമയത്താണ് കേട്ടോ നമ്മുടെ ശ്രീനാഥ് വരികയാണ് കേട്ടോ. ശ്രീനാഥ് വന്ന് കഴിയുമ്പോൾ നമ്മുടെ വേദേനെയും വിക്രത്തിനെയും കാണുകയാണ്. അപ്പോൾ ശ്രീനാഥിന് ഭയങ്കരമായിട്ട് ദേഷ്യമൊക്കെ വരും കേട്ടോ. അപ്പോൾ വേദയും വിക്രവും ഭയങ്കര കളിയും ചിരിയൊക്കെ ആയിട്ട് നിന്നിട്ട് ഭക്ഷണം കഴിക്കുന്നത് കാണുകയാണ്. അപ്പോൾ അങ്ങനെ വേദേനെ ഇങ്ങനെ കണ്ട വഴിക്ക് നമ്മുടെ ശ്രീനാഥിന് ഭയങ്കര ദേഷ്യമൊക്കെ വരികയാണ് കേട്ടോ. അപ്പോൾ അവരുടെ അടുത്ത് വേറൊരു ഫ്രണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് നമ്മുടെ ശ്രീനാഥ് ചെന്നിട്ട് നമ്മുടെ വേദേനെയും വിക്രത്തിനെയൊക്കെ കളിയാക്കിക്കൊണ്ട് ഇങ്ങനെ ഓരോന്ന് സംസാരിക്കുക കേട്ടോ. വലിഞ്ഞു കയറി വന്ന് ഫുഡ് കഴിക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു കളിയാക്കൽ, ഒരു ഗുണ്ട എന്ന പേരൊക്കെ പറഞ്ഞ് നമ്മുടെ വിക്രത്തിനെ കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. കുറേ നേരം വിക്രം ഒന്നും മിണ്ടുന്നില്ല. വേദ കുറേ നേരം കേട്ട് നിന്നിട്ട് വേദയ്ക്ക് ദേഷ്യം വന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ശ്രീനാഥിനോട് ചാടി കയറി സംസാരിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് എന്ത് അർഹതയുള്ള എൻ്റെ ഹസ്ബൻഡിനെ കളിയാക്കാൻ? ഇവ എൻ്റെ താലി കെട്ടി എൻ്റെ ഭർത്താവാണ്, ഞാൻ ഈ മനുഷ്യൻ്റെ ഭാര്യയാണ്, എൻ്റെ മുന്നിൽ വെച്ച് എൻ്റെ ഭർത്താവിനെ ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ മിണ്ടാതെ നിൽക്കുന്നില്ല എന്നും പറഞ്ഞ് നമ്മുടെ വേദ ശ്രീനാഥിനോട് ചൂടാവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.